മന്ത്രി അധിക്ഷേപിച്ച വേടനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത്. പ്രധാനമന്ത്രിയെ കപടദേശവാദിയെന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യമെന്നും അധിക്ഷേപിച്ചുള്ള പാട്ടിനെതിരെയാണ് പരാതി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ കപടദേശവാദി എന്നാണ് റാപ്പ് സംഗീതത്തിൽ ആലപിച്ചുകൊണ്ടിരിക്കെ വേടൻ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മീതിയായി ഇത്തരത്തിലുള്ള ഒരു സംഗീത നിശയിൽ ഇത് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇത് ഒരു കലാകാരന് എന്ന നിലയിൽ അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന അത്രയധികം ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പാകെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വൈകിയാണിത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിലും അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നമ്മൾ ആഭ്യന്തര മന്ത്രാലയത്തിനും NIAക്കും പരാതി കൊടുക്കുകയുണ്ടായി. അതെന്ന് വെച്ചാൽ അതിന്റെ പശ്ചാത്തലം എന്തായാലും അംഗീകരിക്കണം. ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെ പുറത്തു വരുന്നുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നടത്തേണ്ട ഒരു ആവശ്യകതയുമില്ല. ഇന്ന് അടിമത്ത വ്യവസ്ഥിതിയൊന്നുമില്ല. പണ്ട് കാലത്ത് അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നിരിക്കാം. അത് വെച്ചിട്ട് ഇപ്പോൾ ഹിന്ദു സമൂഹത്തിൽ അടിമത്ത വ്യവസ്ഥിതി ഉണ്ടെന്നും പരസ്പരം കലഹിക്കുകയാണ്, പരസ്പരം ഇഞ്ചക്ട് ചെയ്യാൻ അത്തരത്തിലുള്ള പ്രവണതകൾ യുവജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു നല്ല പ്രവണതയല്ല. അതിന്റെ പശ്ചാത്തലം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിമോചന സമരമോ ഒരു വിപ്ലവമോ ഒന്നും നടത്തേണ്ട ഒരു ആവശ്യകത ഇന്ന്, ജാതി വിപ്ലവവും നടത്തുന്ന ഒരു ആവശ്യകതയൊന്നും ഇന്ന് നമ്മുടെ കേരളത്തിലുമില്ല, ഭാരതത്തിലുമില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു ചേതോവികാരം എന്തുകൊണ്ടാണ് ഈ പാട്ടിലൂടെ കടന്നു വരുന്നത് എന്നത് വ്യക്തമായി അന്വേഷിക്കണമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രജിത്തും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശൻ ചേരുന്നുണ്ട്. ആദ്യം പ്രജിത്തിലേക്കാണ്. പ്രജിത്ത്, ഇവിടെ വേടനെ ലഹരി കേസിൽ പിടികൂടിയതിന് പിന്നാലെ വേടനെ പല രീതിയിൽ വേട്ടയാടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അയാൾ തനിക്ക് തെറ്റുപറ്റി, തന്നെ അനുകരിക്കരുത്, താൻ തെറ്റ് തിരുത്താൻ ശ്രമിക്കുമെന്ന രീതിയിലൊക്കെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ വേടന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ലഭിച്ചതാണ്. പക്ഷെ അതിനുശേഷം വേടനെതിരെ പരസ്യമായ വിമർശനവുമായി രംഗത്തെത്തുന്ന BJP നേതാക്കളാണ്. കഴിഞ്ഞ ദിവസം KP ശശികല രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ BJPയുടെ പാലക്കാട്ടെ നേതാവാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള പാട്ടാണല്ലോ. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് വേടനെതിരെ NIAക്ക് ഇവർ പരാതി നൽകിയിരിക്കുന്നത്? എന്താണ് പരാതിയുടെ ഉള്ളടക്കം? പാലക്കാട് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന വേടന്റെ പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. അത് പട്ടികജാതി പട്ടിക വികസന വകുപ്പും സാംസ്കാരിക വകുപ്പും നടത്തിയ പരിപാടിയായിരുന്നു. സൗജന്യ പ്രവേശനം ആയതുകൊണ്ട് മാത്രം ഒരുപാട് 1000 പേരെ ഉൾക്കൊള്ളാവുന്ന കോട്ടമൈതാനത്തില് ഒരു 10,000-ഓളം ആളുകൾ വരികയും വല്ലാത്ത രീതിയിലുള്ള ജനത്തിരക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ ശേഷം അവിടുത്തെ 2-3 ബെഞ്ചുകളും കസേരകളും പൊട്ടി എന്ന് പറഞ്ഞ് പൊതുസ്വത്ത് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വേടനെതിരെ സംഘാടകർക്കെതിരെ നഗരസഭ നോട്ടീസ് അയക്കുകയും 1.5 ലക്ഷത്തോളം രൂപ നഷ്ടം വന്നു എന്ന് സംഘാടകർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഈ മിനിഞ്ഞാന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് വേടനെതിരെ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി. ഈ പട്ടികജാതിക്കാർക്കും പിന്നാക്ക വിഭാഗക്കാർക്കും വേണ്ടി എന്തിനാണ് ഇപ്പോഴത്തെ റാപ്പ് സംഗീതം എന്നുപോലും ചോദിക്കുകയുണ്ടായി. പിന്നെ കഞ്ചാവുകളും എല്ലാം വലിച്ചു നടക്കുന്ന ഇയാളെ എന്തിന് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കണം എന്ന തരത്തിലുള്ള വിമർശനവുമാണ് ഉണ്ടായത്. ഇപ്പോൾ നഗരസഭയിലെ മിനി കൃഷ്ണകുമാറാണ് ഈ കംപ്ലൈന്റ് NIAക്ക് കൊടുത്തിരിക്കുന്നത്. 5 വർഷം മുമ്പ് വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആൽബത്തിലുള്ള വരികളാണ് ഇത്രയും വിവാദത്തിലായിരിക്കുന്നത്. ഇത് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നും അതാണ് ഇപ്പോൾ NIAക്ക് കേസ് ഫയൽ ചെയ്തിരിക്കുന്നതും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് വേടൻ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് ഈ പാട്ട് പാടുന്നത്. പക്ഷെ അതിനുശേഷവും പല വേദികളിലും ഇതേ റാപ്പ് സംഗീതം ഇയാൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കാം BJP ഇങ്ങനെ വേടനെ വല്ലാത്ത രീതിയിൽ വേട്ടയാടുന്നു? ഇയാളുടെ ഒരു ജനപിന്തുണ കണ്ട് ഭയന്നിട്ടാകുമോ? കാരണം യുവാക്കൾ ഒന്നടങ്കം വേടന്റെ ഓരോ പരിപാടിയിലും
കൂട്ടം കൂടി എത്തുന്നുണ്ട്. പലയിടത്തും ഈ കാണികളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ, പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട്. വേടൻ അത്രയധികം ഒരു ജനപിന്തുണ വർദ്ധിക്കുന്നതായിരിക്കുമോ BJP പ്രകോപിപ്പിക്കുന്നത്? ടോം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ സംസ്ഥാന സർക്കാരിന് പരാതി നൽകിയാൽ കേസെടുക്കില്ല, അല്ലെങ്കിൽ തുടർ നടപടികളൊന്നും ഉണ്ടാകില്ല എന്നതുകൊണ്ടായിരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സമീപിക്കാൻ ഈ BJP നേതാവ് ഒരുങ്ങിയതെന്ന് നമുക്കിവിടെ കരുതേണ്ടിയിരിക്കും. കാരണം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് പരാതി നൽകാതെ NIA-ക്കും കേന്ദ്ര മന്ത്രാലയത്തിനും ഒക്കെ പരാതി കൊടുത്തതെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. ഈ പാട്ട്, ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് 4 വർഷം മുമ്പ് ഇറങ്ങിയതാണ്. അത് യൂട്യൂബിൽ മാത്രം 1.3 കോടി ജനങ്ങൾ കണ്ട പാട്ടാണ്. 4 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആയിട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്നതിന്റെ പേരിൽ ഇപ്പോൾ കേസ് കൊടുത്തത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അത് സ്വാഭാവികമായും ടോം സൂചിപ്പിച്ചതുപോലെ വേടന്റെ ഒരു ജനപിന്തുണ, അല്ലെങ്കിൽ വേടനെ ഈ കേസ് വന്നതിന് പിന്നാലെ വേടനുണ്ടായ ഒരു ആളുകൾ വേടനിലേക്ക് കുറച്ചുകൂടി വേടനെ കുറിച്ച് അറിയുവാനും വേടന്റെ പാട്ടുകൾ കേൾക്കാനും ഒക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു പരാതി നൽകാനുണ്ടായ കാരണമെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഈ ഒരു പാട്ടിൽ പറയുന്നത് പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചു എന്നതാണ് ഈ പരാതിക്കാരി പ്രധാനമായും പറയുന്നത്. മോദി കപട ദേശീയവാദിയാണെന്നായിരുന്നു വേടന്റെ ഈ ഒരു പരാമർശം. വേടന്റെ പാട്ടുകൾ നമുക്കറിയാം, അത് ചില ഭരണകൂടങ്ങളെ അല്ലെങ്കിൽ അനീതികൾക്കെതിരെ സംസാരിക്കുന്ന, പാട്ടിലൂടെ പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് വേടൻ. അത് താൻ അനുഭവിച്ചതായിക്കോട്ടെ, തന്റെ സമൂഹം അനുഭവിക്കുന്ന, താൻ ഉൾപ്പെടുന്ന സമൂഹം അനുഭവിക്കുന്ന അനീതികൾക്കെതിരെ പാടുന്ന ഒരു വ്യക്തിയാണ് വേടൻ. അതുകൊണ്ട് തന്നെ വേടനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സ്വാഭാവികമായും വേടന്റെ ജനപിന്തുണ കൂടുന്നത് കൊണ്ടാണെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും NIA ഇതിൽ ഒരു കേസ് എടുത്തതായി നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും പരാതി നൽകിയിട്ടേ ഉള്ളൂ. ഇനി എന്താണ് ദേശീയ മന്ത്രാലയത്തിന്, കേന്ദ്ര മന്ത്രാലയത്തിനും NIA ഒക്കെ എന്ത് നടപടിയാണ് ഇതിൽ സ്വീകരിക്കുക എന്നത് നമുക്കിനി നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ സംസ്ഥാനത്തെ ആയാലും കേന്ദ്രത്തെ ആയാലും അല്ലെങ്കിൽ ചില നമ്മുടെ ഭരണകൂടത്തിനെയൊക്കെ വിമർശിക്കുന്നത് വേടൻ മാത്രമല്ല. നമുക്കറിയാം ഇതിനു മുൻപ് പല രീതികളിൽ, അതിൽ സിനിമയിൽ കൂടി ആയിക്കോട്ടെ, നാടകങ്ങളിൽ കൂടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ തങ്ങളുടെ രചനകളിൽ കൂടി ആയിക്കോട്ടെ, ഇതിനെ ഭരണകൂടത്തെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ നേതാക്കളെ വിമർശിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. പക്ഷെ വേടനെതിരെ ഇത്തരത്തിലൊരു തുടരെ പരാതികൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു വേടനെ ഒരു ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം KP ശശികലയൊക്കെ എന്താണ് വേടനെ കുറിച്ച് പറഞ്ഞതെന്ന് നമ്മൾ കേട്ടതാണ്, വലിയ രീതിയിൽ ചർച്ചയായതാണ്. പക്ഷെ അതിന് മറുപടിയെ വേടൻ പറഞ്ഞത് തന്റെ പിന്നിൽ ആരുമില്ല, താൻ അനുഭവിച്ച അല്ലെങ്കിൽ തന്റെ സൃഷ്ടിയാണ് അത് പുറത്തു വരുന്നത്, അതിന് പിന്നാലെ മറ്റ് ഗൂഢാലോചനകളൊന്നുമില്ല എന്ന് വ്യക്തമായി വേടൻ പറയുന്ന BJP തുടക്കം മുതൽ സംഘപരിവാർ സംഘടനകളും ഉന്നയിക്കുന്ന ആരോപണം, വേടന് പിന്നില് ചില രാഷ്ട്രീയ ശക്തികളുണ്ട്, പ്രത്യേകിച്ചും ദളിത് മുസ്ലിം രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരാണ് വേടനെയും പിന്തുണയ്ക്കുന്നവർ. അതിന് പിന്നെ ചില ദുരൂഹതയുണ്ട്, അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, ആരോപണങ്ങളൊക്കെ BJP ഉന്നയിച്ചതാണ്. അത്തരമൊരു ഒരു പിന്തുണ വേടൻ തന്നെ പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്, തൻ്റെ പിന്നിൽ ആരുമില്ല എന്ന്. പക്ഷേ ഈ വേടനെ അനുകൂലിച്ച് രംഗത്തെത്തുന്നവർ, അയാളുടെ പാട്ട് ആസ്വദിക്കാൻ എത്തുന്നവർ, അയാളുടെ രാഷ്ട്രീയത്തെ, അയാൾ പറയുന്ന അയാളുടെ ആശയത്തെയാണോ പിന്തുണയ്ക്കുന്നത്, അതോ ഇയാളുടെ ഒരു പാട്ടിനെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് അയാളെ ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കുമോ? ടോം, അത് ഏറ്റവും കൂടുതൽ ഈ വേടന്റെ ആസ്വാദകർ എന്ന് പറയുന്നത് പുതിയ തലമുറയിലുള്ള കുട്ടികളാണ്. അവരാണ് കൂടുതലും വേടന്റെ ഈ സോങ്ങുകൾ കേൾക്കുകയും അല്ലെങ്കിൽ വേടൻ ഉൾപ്പെടുന്ന വേടൻ എത്തുന്ന പരിപാടികളിലൊക്കെ പോകുന്നത് കൂടുതൽ പുതിയ തലമുറയിലുള്ള കുട്ടികളാണ്. അവരൊക്കെ ഈ വേടന്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ മോശമായി നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വേടന്റെ പാട്ട് കേട്ട് ഏതെങ്കിലും തരത്തിലൊരു സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായോ എന്ന് നമുക്ക് അറിയില്ല. അത് കുറച്ചുകൂടി ആധികാരികമായി
നമ്മൾ അന്വേഷിക്കേണ്ടി വരും. എന്തായാലും നിലവിൽ വേടൻ എന്ന ഒരു റാപ്പർ അല്ലെങ്കിൽ വേടനെ പോലെയുള്ള ആളുകളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവരെ ആസ്വദിക്കുന്ന ഒരു കൂട്ടം സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. വേടൻ പറയുന്ന രാഷ്ട്രീയം, അത് വേടൻ അനുഭവിച്ച അല്ലെങ്കിൽ വേടൻ പ്രതിനിധീകരിക്കുന്ന ഒരു പൊതുസമൂഹം അനുഭവിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേടൻ പൊതുവെ പറയുന്നത്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ മോശമായി നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചതായി ഇതുവരെയും നമുക്ക് അറിവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് BJP ഇങ്ങനെ വേടനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വീണ്ടും വീണ്ടും കടക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വേടനെ പിടികൂടുമ്പോഴും പിന്നീട് ഈ പുലിപ്പല്ല് ധരിച്ചു എന്ന കണ്ടെത്തിയിരുന്നു. അതിലൊക്കെ വലിയ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉന്നയിക്കപ്പെടുന്നു. ആ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുന്ന സാഹചര്യം. വേടൻ പുറത്തു വന്ന് അത് താൻ ചെയ്തത് തെറ്റാണ്, ഈ കഞ്ചാവ് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ താൻ ഉപയോഗിച്ചത് വലിയ തെറ്റാണ്, അതിൽ നിന്നൊക്കെ മാറുമെന്ന് കൃത്യമായി മറുപടി പറഞ്ഞ് പൊതുസമൂഹത്തോടൊരു പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അതിന് മറുപടി നൽകി പോയതാണ്. പക്ഷെ പിന്നീടും എന്തിനാണ് വീണ്ടും വീണ്ടും വേടന്റെ ഗാനങ്ങളെയും അല്ലെങ്കിൽ വേടൻ എന്ന വ്യക്തിയെയും ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ വിവാദങ്ങൾക്ക് ശേഷം വേടന്റെ ആസ്വാദകരുടെ എണ്ണം കൂടി. അയാളെ പേടിച്ചിട്ടാകാം ഇയാളുടെ പിന്നിലുള്ള ആൾക്കൂട്ടത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നുണ്ടാകാം. കാരണം അത്രയധികം യുവാക്കൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് യുവാക്കൾക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ വേടൻ്റെ രാഷ്ട്രീയത്തെ, വേടൻ്റെ ആശയത്തെ പുതിയ തലമുറ വല്ലാതെ പിന്തുണയ്ക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ എന്തായാലും ഇനി NIA പരാതി, BJP കൗൺസിലറുടെ പരാതിയിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നത് കണ്ടറിയേണ്ടതാണ്.